നല്ലൊരു അടിപൊളി ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. DR കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. അത് ഈ രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി കൂടി ഈ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ചിക്കൻ കൂടി ഇട്ട് നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയിരുന്നു. ആദ്യം പുരട്ടി വെച്ചപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ അത് പുരട്ടി വെച്ചാൽ മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം വന്ന് ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇതൊരു മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞു വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയാണ്, അത് ഈ രീതിയിൽ ചോപ്പ് ചെയ്തെടുത്തതാണ്. അതുകൂടി ഇട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ബ്രെഡിൻ്റെ ഒരു സ്ലൈസ് എടുത്ത് അതിൽ ഒരു സൈഡിൽ നമുക്ക് മയണൈസ് പുരട്ടി കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മയണൈസോ സോസോ ഏതാണ്, അല്ല ഗ്രീൻ ചട്നി വേണമെങ്കിൽ അതും പുരട്ടി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് ഞാൻ ചീസിൻ്റെ ഒരു സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ സാൻഡ്വിച്ച് ഞാൻ കുറച്ച് ചീസി ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മുകളിൽ അല്പം മൊസറല്ല ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു സ്ലൈസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഇനി ബ്രെഡിൻ്റെ മുകളിലായിട്ട് അല്പം ബട്ടർ പുരട്ടി കൊടുക്കാം. ബട്ടർ നന്നായി പുരട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു സാൻഡ്വിച്ചിനായിട്ട് ചീസ് വയ്ക്കാത്ത സാൻഡ്വിച്ചാണ് ഞാൻ എടുക്കുന്നത്. മയണൈസ് മാത്രമേ ഇതിൽ പുരട്ടി കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വെജിറ്റബിൾസ് കൂടി വെച്ച് കൊടുക്കാവുന്നതാണ്. കുക്കുംബറോ ക്യാരറ്റോ ലെറ്റ്യൂസോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിന് മുകളിൽ ബട്ടർ പുരട്ടി കൊടുക്കാം. ഇനി ഒന്നുകിൽ നിങ്ങൾക്ക് ടോസ്റ്ററിൽ വെച്ച് ടോസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ടോസ്റ്റ് ചെയ്യാവുന്നതാണ്. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് അല്പം കൂടി ബട്ടർ പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ഒരു വശം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പുറം ഭാഗം വളരെ ക്രിസ്പിയും എന്നാൽ അകത്ത് വളരെ സോഫ്റ്റും ജ്യൂസിയുമായിട്ടുള്ള നല്ലൊരു സാൻഡ്വിച്ചാണിത്. വളരെ എളുപ്പവുമാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു സാൻഡ്വിച്ചാണ്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ ഒരു ബ്രെഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഉള്ളിൽ നല്ല ചീസി ആയിട്ടുള്ള സാൻഡ്വിച്ചാണിത്. ഇനി ചീസ് വയ്ക്കാത്ത സാൻഡ്വിച്ച് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.